ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഗുജറാത്തിൽ പോയ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇതോടെ ഞങ്ങൾ ഈ ഗുജറാത്ത് സീരീസ് നിർത്തുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളായതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തു അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നമ്മൾ കണ്ടതിൽ വെച്ച് ഇതുവരെ ഇത്ര ഭംഗിയുള്ള സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. നല്ല പച്ചപ്പും കുന്നുകളും എന്താ പറയുക, അടിപൊളിയായിരുന്നു. സിൽവാസ ഈ ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഗ്രാമപ്രദേശമാണ്, അതായത് വലിയ ടൗണോ കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ആ ഒരു ഭംഗി, പച്ചപ്പ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഈ ചൂടിൻ്റെ സമയത്ത് ഒരില പോലും ഉണ്ടാവില്ല, ഫുൾ ഉണങ്ങിയിട്ടാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതായിരിക്കും അവിടുത്തെ ശരിക്കുള്ള ആദിവാസികൾ അല്ലേ. അവരുടെ വേഷം ഒക്കെ കറക്റ്റ് നമുക്ക് കണ്ടു. മുമ്പൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ വെച്ചിട്ടും പച്ച ഇലയൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ പുരോഗമിച്ചു. അധികവും നൈറ്റി ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇടുന്ന പോലത്തെ ഡ്രസ്സൊക്കെയാണ്. ഇത് ഒരു വെറൈറ്റി അവരുടെ പഴയ ഡ്രസ്സ് എന്ന് തോന്നുന്നു അല്ലേ. അതെ, ആ ചേച്ചി നമ്മുടെ അടുത്ത് ചിരിക്കുന്നുണ്ട്. ഇലയൊക്കെ പുറത്തെന്തോ കൊളുത്തി വെച്ച പോലെ അല്ലേ പോകുന്നത്. അതെ, ഒരുപാട് പശുക്കളും ആടുകളും ആയിട്ടായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു കൂട്ടം ആടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ സ്ത്രീകളായിരുന്നു അതിനെ മാനേജ് ചെയ്തിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതാണ് ആടുകളും പശുക്കളും ഒക്കെ. അപ്പോൾ ഉമ്മ അവരോട് ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം കോൻ ഹേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അതിശയം പോലെയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതാണെന്ന് മനസ്സിലായപ്പോൾ അവർക്കും സന്തോഷമായി. ടാറ്റോ ഒക്കെ പറഞ്ഞു അവർ. പിന്നെ ഇതൊരു ചെറിയ ടൗൺ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പോകുന്ന വഴി കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ടൗൺ എന്ന് പറയുമ്പോഴും കുഞ്ഞു കടകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ദുദ്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ പോകുന്ന ടൈമിൽ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മഴയാവുന്നൊന്നും. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയ സ്ഥിതിക്ക് കണ്ടേക്കാന്ന് വിചാരിച്ചു. അടുത്ത സെറ്റ് വരുന്നുണ്ട്, ആടുകളും പശുക്കളും. ഇത് ആകെ 2 പേരായിരുന്നു അല്ലേ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന്. എനിക്ക് തോന്നുന്നു മഴക്കാർ കണ്ടപ്പോഴേക്ക് എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ആയിരിക്കും. അപ്പോൾ 2 പേര് മാത്രമായിരുന്നു ഇത്രയും പശുക്കളെയും ആടുകളെയും മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം, കൗഞ്ച ബ്രിഡ്ജ് അല്ലേ. എനിക്ക് പേര് ഓർമ്മയില്ല. കൗഞ്ച ബ്രിഡ്ജ് എന്ന് തോന്നുന്നു. കൗഞ്ച എന്ന് പറഞ്ഞാൽ ഗ്രാമം അല്ലേ. നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹുസൈൻ അലി അങ്കിൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബോട്ടിങ്ങിൽ കയറി, ഞാനും ഉമ്മയും കയറിയില്ല. നല്ല ഇടിയും മിന്നും മഴയും ഒക്കെ ആയത് കാരണം ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഹുസൈൻ അലി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ സ്ഥലവും വിശദമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാനും അവരൊക്കെ പരിചയപ്പെടാനും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഞങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് വണ്ടികളൊക്കെ കഴുകുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അത് നമുക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. അങ്ങനെ അവർ ബോട്ടിങ്ങിൽ പോയി. ഞങ്ങൾക്ക് പേടിയായി, നല്ല മിന്ന് എടുക്കുന്നുണ്ടായിരുന്നു, ഇടിയും മിന്നും ഉണ്ടായിരുന്നു. ബൈക്കും ഓട്ടോയും ഒക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് അവർ കഴുകിക്കൊണ്ടിരുന്നത് അല്ലേ. അതെ. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫുൾ നല്ല മഴയാണ്. അങ്ങനെ അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ നമ്മളെ ഹുസൈൻ അലി അങ്കിൾ ഈ ബ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓർക്കുന്നില്ല. ഉമ്മ പറയുന്ന കൗഞ്ച എന്നോ എന്തോ ആണ്, എനിക്കറിയില്ല. അങ്ങനെ അങ്കിളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് വിശദമായിട്ട് കാണാൻ പറ്റി. അവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആൾ തന്നെയാണ്. അപ്പോൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല അല്ലേ. അവരവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും രസകരമാക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ മടി പിടിച്ചിരുന്നേനെ, വേറെ ആരും ഇല്ലല്ലോ നമ്മളെ കൊണ്ടുപോകാനൊന്നും. അങ്ങനെ നമ്മൾ തിരിച്ച് റാന്തയിലേക്ക് തന്നെ പോവുകയാണ്. നല്ല ഭംഗിയാണ്. ചെറിയ അരുവികൾ പോലെയും ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഫുൾ പച്ചപ്പാണ്. അവിടെ പിന്നെ മഞ്ഞ് സീസൺ ആകുമ്പോൾ എല്ലാം പൂവായിട്ട് എല്ലാ മരത്തിലും
പൂവായിട്ട് ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാന്ന് പറഞ്ഞില്ലേ. എല്ലാ സീസണും അതിൻ്റെ ഒരു ഇതോടുകൂടെ തന്നെ നമുക്ക് അവിടെ പോയാൽ എല്ലാ സീസണും കാണാൻ പറ്റും. ചൂട് സമയത്താണെങ്കിൽ ഒരു ഇല പോലും ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നതാണ് പറഞ്ഞത്. നമ്മൾ പോയപ്പോൾ നമ്മളത് കണ്ടില്ല. പിന്നെ മഴ സമയം ആയതുകൊണ്ട് എല്ലാം പച്ചപ്പായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഈ വെള്ളം ഒഴുകുന്ന കുറേ സ്ഥലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്ഥലമായപ്പോൾ ഇങ്ങനെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഇത്ര കുഞ്ഞു കുഞ്ഞു ഷോപ്പൊന്നും ഇല്ല ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ഇവർ ഭയങ്കര നാടൻ രീതിയിലാണ് ജീവിക്കുന്നത്. ഇവർ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. നമുക്കൊക്കെ അവിടെ കുറേ ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ. അടുത്തൊരു കട പോലും ഇല്ല, കുറേ പോകണം. ഒരു കടയിലേക്കൊക്കെ, ഒരു കടയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറേ നടക്കണം. പിന്നെ അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നിഷ്കളങ്കരാണ്. ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ ഈ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. അത് അവരൊക്കെ നമുക്കിങ്ങനെ നിന്ന് തരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ജിലേബി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജിലേബിയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. വേറെ സ്ഥലത്തു നിന്നായിരുന്നു കേട്ടോ വാങ്ങിയത്, അവിടെ തീർന്നു പോയിട്ട്. അപ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ആൾക്കാർ പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തോ നമ്മളിപ്പോൾ ശബരിമലയിലേക്ക് പോകില്ല, അതുപോലെ എന്തോ ഒരു തീർത്ഥാടനം എന്തോ ആണ്. അതെ, അപ്പോൾ അവർ നോമ്പായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടായിരിക്കും നോമ്പ് മുറിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ റിട്ടേൺ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന വീഡിയോ കൂടി ആഡ് ചെയ്തതാണ്. നമ്മൾ തിരിച്ചത് അവരുടെ ഹയർ ബറ്റാലിയൻ്റെ ബസ്സിൽ തന്നെയാണ് തിരിച്ച് വന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചായ വാങ്ങി തന്നതാണ്. കുഞ്ഞു ഗ്ലാസ് ആണല്ലേ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായ ആയിരുന്നു. നല്ല കുഞ്ഞു ഗ്ലാസ് ആണ് കിട്ടിയിട്ടില്ല ചായ. പക്ഷെ ചായ ഒരു രക്ഷയുമില്ല. നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുമ്പോഴേക്കും അതങ്ങ് തീർന്നു പോവും. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കുഞ്ഞു കടയിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഗുലാബ് ജാമുൻ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗുലാബ് ജാമുൻ. അങ്ങനെ ഉമ്മ ഇരുന്ന് ആ കുഞ്ഞു ഗ്ലാസ്സിലിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ആസ്വദിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഉമ്മാൻ്റെ സിസ്റ്ററും മോനുമാണ്, ഇളയ മോനാണ്. ഇവരുടെ മൂത്ത മോനാണ് ഇപ്പോൾ മരണപ്പെട്ടത്. അപ്പോൾ അവൻ്റെ ഖബറിടം വിശാലമാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയിൽ അവനെ ഉൾപ്പെടുത്തുക. 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്നൊരു ഫാത്തിഹയെങ്കിലും ഓതി അവന് വേണ്ടി ഹദിയ ചെയ്യണം. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്രാം തീയതി ആയിരുന്നു? 21 തീയതി കയറി 22 തീയതി കൊച്ചിയിലെത്തി. അപ്പോൾ 22 തീയതി നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ സേഫായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ട്രെയിനിലാണെങ്കിലും നമ്മൾ വിചാരിച്ചു എമ്മിനെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെത്തി. പിന്നെ നമ്മുടെ ഉമ്മ പുതിയൊരു ബിസിനസ്സൊക്കെ, പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യൽ മീനച്ചാർ, ലക്ഷദ്വീപ് സ്റ്റൈലിലുള്ള മീനച്ചാർ ചെറിയ ബിസിനസ്സായിട്ട് ഉമ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ബാച്ച് അൽഹംദുലില്ലാ നടന്നു കഴിഞ്ഞ് സെയിലായി പോയി. ഇപ്പം 3ാമത്തെ ബാച്ച് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.